വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ബി.ജെ.പിയുടെ വെല്ലുവിളികളെ നേരിടാൻ തരത്തിൽ രാഹുൽ ഗാന്ധി ഒരുങ്ങിക്കഴിഞ്ഞു. 2019 അപ്രതീക്ഷിതമായി വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്കുള്ള തന്റെ സീറ്റ് സുരക്ഷിതമാക്കി. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതോടെ കേരളം ഒട്ടാകെയുള്ള ഇടതുപക്ഷത്തിന് കാര്യമായ ആഘാതമേറ്റു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, CPI നേതാവ് ആനി രാജ എന്നിവർക്കെതിരെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. രാജ്യത്തെപ്പറ്റിയും അതിന്റെ വൈവിധ്യങ്ങളെപ്പറ്റിയും മനസ്സിലാക്കാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നില്ലെന്നും പ്രധാനമന്ത്രിക്ക് അധികാരത്തോടുള്ള കൊതി മാത്രമാണെന്നും രാഹുൽ ഗാന്ധി കോഴിക്കോട് നടന്ന മഹാറാലിയിൽ ശക്തമായ ഭാഷയിൽ തന്നെ കുറ്റപ്പെടുത്തി. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഉയർന്ന റെക്കോർഡ് വോട്ടുകൾ നേടിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. 4 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് തന്റെ മണ്ഡലത്തിൽ അദ്ദേഹം വൻ വിജയം കൈവരിച്ചത്. ഈ ഇലക്ഷനിലും വയനാട് മണ്ഡലം പിടിച്ചെടുക്കാൻ രാഹുൽ ഗാന്ധിയും അണികളും ഒരുങ്ങിക്കഴിഞ്ഞു. കേരളം ഇലക്ഷൻ ചൂടിൽ നിൽക്കുമ്പോൾ ബി.ജെ.പി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കേരളമൊട്ടാകെ സന്ദർശനം നടത്തുകയാണ് നരേന്ദ്രമോദി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാഹുൽ വയനാട്ടിൽ നിന്നും കേരളത്തിലെ പ്രധാന മണ്ഡലങ്ങളിൽ പര്യടനത്തിലാണ്. കേരളം ഒട്ടാകെ സന്ദർശനം നടത്തി ജനസ്വാധീനം പിടിച്ചുപറ്റുക എന്നതാണ് മോദിയുടെ ലക്ഷ്യമെന്ന് രാഹുൽ ആരോപിക്കുന്നു. ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനായി ബി.ജെ.പി പല ഗൂഢാലോചനകളും നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസ്യത തകർത്താനുള്ള ശ്രമം നടത്തുന്നു. മോദി കേരളത്തിലെത്തി വാഗ്ദാന പെരുമഴയാണ് നടത്തുന്നത്. രാജ്യത്ത് ഇപ്പോൾ ജനാധിപത്യവും മതേതരത്വവും ചോദ്യചിഹ്നമായി തീരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ നരേന്ദ്രമോദിക്കെതിരെ ശക്തമായ പരാമർശങ്ങളാണ് ഉയരുന്നത്. ഇത്തവണ ഇന്ത്യ മുന്നണി രാജ്യത്ത് അധികാരം പിടിച്ചടക്കുമെന്ന ശക്തമായ സന്ദേശമാണ് രാഹുൽ നൽകുന്നത്.